ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. കാലത്തിന്റെ കാവൽക്കാരൻ, കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ, നീതിയുടെ നിഴൽ, അതാണ് ശനിദേവൻ. പൂരിട്ടാതിയിൽ നിന്ന് ഉത്രിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം നക്ഷത്രത്തിലാണ് ശനി. ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത്. സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു, ശക്തി വർദ്ധിക്കുന്നു, കർമ്മം ഉണരുന്നു, വിധി എഴുന്നേൽക്കുന്നു. ഇത് രാശിമാറ്റമല്ല, ഇത് വിധി മാറ്റമാണ്. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി. ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ്. ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് 2026 ജനുവരി 20 ശനി നക്ഷത്രം മാറി ഉത്രിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രാശിമാറ്റമല്ല, പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ്. സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല, തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി. ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട്. കഠിനതയല്ല, പക്വതയാണ് ഇനി അവന്റെ ഭാഷ. 2026 മെയ് 16 വരെ ഉത്രിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ 12 രാശികളിലും 27 നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ്. എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയുടെ അധ്യായത്തിലേക്ക് കിടക്കാം. ശനിയുടെ സ്വന്തം മക്കൾ, കഷ്ടപ്പാട് ഇനി അനുഗ്രഹമാകും, കാലം കടങ്ങളെല്ലാം തിരികെ തരും. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശ്യാധിപനും 2ാം ഭാവാധിപനുമാണ് ശനി. ശനി 3ാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വനക്ഷത്രമായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ മകരക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുമെന്ന് നോക്കാം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും അവ പ്രയോജനപ്രദമാകുന്നതിനും സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ആശയവിനിമയ കാര്യങ്ങളിലും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നതാണ്. ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോഴും ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടുകയും തന്റെ കഴിവുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. മത്സരബുദ്ധി വർദ്ധിക്കുകയും നേട്ടങ്ങളും അതോടൊപ്പം തന്നെ വർദ്ധിക്കുകയും ചെയ്യും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. സന്താന സൗഭാഗ്യത്തിനും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുമാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ്. കൂടുതൽ ധനച്ചെലവുകൾ ഉണ്ടാകുന്നതാണ്. അത് പൊതുവെ പാഴ്ചെലവുകളാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ശനി ശിക്ഷിക്കുന്നില്ല, അവൻ പാകപ്പെടുത്തുന്നു. ശനി കനിയുമ്പോൾ ജീവിതവും കനിയും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളു പായസം, നെയ്യ് അഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക. കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വടമാല, വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ എള്ള, ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനി പ്രീതികരമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ, ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗനസമ്മതത്തിനായി നൽകൂ. ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ. ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും ബെൽ ഐക്കണിൽ ഒന്നമർത്തൂ.
കാലം വിളിക്കുമ്പോൾ ജ്ഞാനം നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നന്ദി.